സമാന്തര സുവിശേഷങ്ങളിലെല്ലാം ഈ വചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഇത് പറയുന്നുണ്ട്. പക്ഷേ മർക്കോസിന്റെ സുവിശേഷത്തിലും വളരെ ചുരുക്കിയാണ് പറയുന്നത്. ലൂക്കയുടെ സുവിശേഷത്തില് പല സ്ഥലത്തായിട്ടാണ് ഈ വചനത്തിന്റെ പൊരുള് നമുക്ക് വിവരിച്ചു തരുന്നത്. പക്ഷെ മത്തായി കുറച്ചുകൂടെ കൃത്യമായിട്ട് അടക്കി കൃത്യമായിട്ട് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സഭാപിതാക്കന്മാര് മത്തായിയുടെ സുവിശേഷം തന്നെ വായിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ 118-ാമത്തെ ചോദ്യമാണ് 45-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 45-ാമത്തെ വാക്യത്തിൽ കാണുന്നതാണ് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? ഇത് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഈശോ ഈ ചോദ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ചോദ്യത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. 1, വിശ്വസ്തനായിരിക്കണം. 2, വിവേകിയായിരിക്കണം. 3, ഭൃത്യനായിരിക്കും. വചന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണിത്. വിശ്വസ്തനായിരിക്കുക, വിവേകിയായിരിക്കുക, ഭൃത്യനായിരിക്കുക. ഈ 3 അടയാളങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്. എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നു? വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തോടും ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയോടും കാണിക്കുന്ന കൂറിന്റെ പേരാണ് വിശ്വസ്തത. എത്രത്തോളം തമ്പുരാൻ ഏൽപ്പിച്ചു എന്ന് ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ശുശ്രൂഷയിലായിരിക്കുന്നത്. എന്നെ തമ്പുരാൻ ഏൽപ്പിച്ചതാണ് എന്ന ബോധ്യമാണ് ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് വരാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ടായിരിക്കാം, ഏതെങ്കിലുമൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം, വികാരിച്ചം വിളിച്ചു പറഞ്ഞിട്ടായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ തമ്പുരാന്റെ അനന്തമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ബോധ്യത്തോടുകൂടി ഈ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് എന്നെ ഇതിന് വിളിച്ചതാണ്. അപ്പൊ വിശ്വസ്തതയുടെ 1-ാമത്തെ അടയാളം എന്താന്ന് വെച്ചാല് എന്നെ ഏൽപ്പിച്ചതാണ് ഈ ദൗത്യം എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വസ്തതയുടെ 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, വിശ്വസ്തതയുടെ പ്രധാനപ്പെട്ട 2-ാമത്തെ കാര്യം ഞാനത് തുടർന്നുകൊണ്ട് പോവുക എന്നുള്ള. എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ പല ബലഹീനതകളുണ്ടാവും, പല വീഴ്ചകളുണ്ടാവും, പല തിരക്കുകളുണ്ടാവും. ഇതൊക്കെ വിട്ടിട്ട് വിശ്വസ്ത പുലർത്താം. ഭാര്യാഭർത്തൃ ബന്ധങ്ങള് നിങ്ങൾക്കറിയാം. എത്രത്തോളം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. വേറെ ഒന്നുമല്ല, സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എത്ര സമയം നിങ്ങൾ ചെലവഴിക്കും എന്നുള്ളതാണ് സ്നേഹത്തിന്റെ അടിത്തറ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് സാധനം മേടിച്ചു കൊടുക്കും, എത്ര വിലപിടിപ്പുള്ള സാധനം കൊടുക്കും എന്നുള്ളതല്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എത്ര സമയം ചെലവഴിക്കും എന്നുള്ളതാണ് സ്നേഹത്തിന്റെ അടിത്തറ എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മെസ്സേജിലൂടെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നെ ഓർമ്മപ്പെടുത്തണ്ടേ.
എത്രത്തോളം തമ്പുരാനോട് സ്നേഹമുണ്ട്, എത്രത്തോളം തമ്പുരാന് സമയം ചെലവഴിക്കാൻ തയ്യാറാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ വിശ്വസ്തയുടെ ഒന്നാമത്തെ അടയാളം നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ അടയാളം സമയം ചെലവഴിക്കാമെന്ന്. എത്രത്തോളം വിശ്വസ്ത പുലർത്താൻ പറ്റും, അത് സമയത്തിന്റെ കൂടി മാനദണ്ഡ. മൂന്നാമതായിട്ട് വിശ്വസ്തയുടെ മുഖമുദ്രയായിട്ട് നമ്മൾ എടുക്കേണ്ടത് കുറ്റപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ തമ്പുരാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ പറ്റും. വേണ്ട, കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് എത്രത്തോളം പോസിറ്റീവ് പറയാൻ പറ്റും. എൻ്റെ ഭർത്താവിന് ഇന്ന നന്മയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന നന്മയുണ്ട്, എൻ്റെ മക്കൾക്ക് ഇന്ന നന്മയുണ്ട്. ഇതല്ലേ വിശ്വസ്ത. നേരെ മറിച്ച് അവരെക്കുറിച്ച് കുറ്റങ്ങളും ആരോപണങ്ങളും പിഴപ്പുകളും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസ്തയാവും. എത്രത്തോളം എൻ്റെ തമ്പുരാനെ അവിടെ തമ്പുരാന്റെ നന്മകൾ പറയാൻ പറ്റും, എത്രത്തോളം എൻ്റെ ഭർത്താവിന്റെ നന്മകൾ പറയാൻ പറ്റും, അത്രത്തോളമാണ് എൻ്റെ ഭർത്താവിനോട് വിശ്വസ്തയുള്ളത്. എത്രത്തോളം എൻ്റെ ഭാര്യയുടെ നന്മ പറയാൻ പറ്റും, അത്രത്തോളമാണ് എൻ്റെ ഭാര്യയോട് വിശ്വസ്തയുള്ളത്. എത്രത്തോളം എൻ്റെ ഇടവ വികാരിയച്ഛനെ കുറിച്ച് നല്ലത് പറയാൻ പറ്റും, അത്രത്തോളമാണ് വികാരിയച്ഛനോട് വിശ്വസ്ത പുലർത്തുന്നത്. നന്മകൾ കാണാനും പറയാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. അതുകൊണ്ടാണ് ക്രിസ്തു കൃത്യമായിട്ട് പ്രാവിനെ പരിശുദ്ധാത്മാവായിട്ട് മാറ്റിയത്. പ്രാവിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക നീ വിചാരിക്കുകയാണ്. കാക്കയും പ്രാവിനെയും പഠിക്കുന്നതല്ല. ഒരിക്കലും പ്രാവ് അശുദ്ധമായതിലേക്ക് ഒന്നിലേക്ക് നോക്കില്ല. നല്ല അത് മാത്രമേ നോക്കുള്ളൂ. നല്ല നെൽമണി, നല്ല ഗോതമ്പ് മണി, നല്ല ധാന്യങ്ങള്, അത് അഴുക്ക് പറ്റാത്തത് മാത്രം നോക്കി അത് കണ്ടെത്തി അത് കഴിക്കുന്നവരാണ് പ്രാവ്. പക്ഷെ കാക്ക അങ്ങനെയല്ല. അശുദ്ധമായതും ചീഞ്ഞതും അളിഞ്ഞതും നാറുന്നതും നോക്കി നടക്കുന്ന. ഞാൻ പലപ്പോഴും എൻ്റെ ഇടവക്കാരോട് പറയാറുണ്ട്, ഹോസാന എന്ന് പറയുന്നത് പ്രാവുകളുടെ ആഘോഷമാണ്. എന്ന് വെച്ചാല് നന്മകൾ കാണുന്നവരുടെ ആഘോഷമാണ് ഹോസാന. നമ്മുടെ ജീവിതത്തെ ഒരു ഹോസാനയാക്കി മാറ്റണം. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് വിശ്വസ്ത പുലർത്തുന്നവരാ. ആരോട്? തമ്പുരാനോട്. തമ്പുരാനോട് മാത്രമല്ല, നമ്മുടെ ജീവിത പങ്കാളിയോട്. എനിക്ക് ജീവിത പങ്കാളിയില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. എൻ്റെ മക്കളോട്, എനിക്ക് മക്കളില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞേ പറ്റും. അവരോട് വിശ്വസ്ത അവരുടെ നന്മ കാണാൻ പറ്റുന്നു. എത്രത്തോളം നന്മ നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ മക്കളുടെ നന്മ കാണാനും പറയാനും പറ്റുന്നു, അത്രത്തോളമാണ് നിങ്ങളുടെ വീട്ടിലെ, എൻ്റെ കുടുംബത്തിലെ ഹോസാന എന്ന് പറയുന്നത്. അപ്പോ ജീവിതത്തെ ഒരു ഹോസാനയാക്കി മാറ്റണം. അതിന് വിശ്വസ്തത ഉണ്ടാവണം. ആരോട് വിശ്വസ്ത ഉണ്ടാവണം? സ്നേഹിക്കുന്നവരോടൊക്കെ വിശ്വസ്ത ഉണ്ടാവണം. അപ്പൊ തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 3 ചോദ്യങ്ങള്: വിശ്വസ്തതയുണ്ടോ, വിവേകമുണ്ടോ, വൃത്തിനാണ്. അപ്പൊ വിശ്വസ്തതയ്ക്കുള്ള ചില അടയാളങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രണ്ടാമതായിട്ട് വിവേകത്തിന്റെ കാര്യമാണ്. നമ്മുടെ POC ബൈബിളില് ഭാഗ്യവാൻ, വിവേകം, പിന്നെ അല്ലെങ്കിൽ സന്തോഷവാൻ, വിവേകമല്ല സന്തോഷവാൻ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരണം. അതിക്ക് മുമ്പ് വിവേകം എന്താണ് എന്ന് പഠിക്കണം. എന്താണ് വിവേകം? അറിവല്ല വിവേകം.
അറിവെന്ന് പറയുന്നത് ബുദ്ധിയിലേക്ക് കയറുന്ന ഇൻഫർമേഷൻ എല്ലാം അറിവാണ്. പക്ഷെ വിവേകം എന്ന് പറയുന്നത് ചങ്കി കയറുന്നത്. എനിക്ക് ഈ സമയത്ത് ഇന്നതാണ് നന്മ എന്ന് വിചാരിക്കുന്നതാണ് വിവേകം. എന്ന് വിചാരിക്കുന്നതല്ല, എനിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണത്തിന്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കാം, ഇത് കുറിച്ചുകൊണ്ടിരിക്കാം, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓണാക്കി വെച്ചിട്ട് വേറെ അടുക്കളയിലെ പണി നോക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെ മൈക്ക് ഓഫ് ചെയ്തിട്ട് മറ്റു വർത്തമാനങ്ങൾ പറയാം. പല സാധ്യതകളുണ്ട്. വെറുതെ ഇങ്ങനെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കാം. പല സാധ്യതകളുണ്ട്. ഈ സാധ്യതകളിൽ ഏറ്റവും നന്മയായിട്ടുള്ള സാധ്യത ഏതാ? അതിനെ തിരിച്ചറിയാനും ആ ഏറ്റവും നല്ല സാധ്യതയെ തിരഞ്ഞെടുക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വിവേകത്തിലാണ്. ക്ലിയർ ആവുണ്ടോ ഇല്ലയോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് പല സാധ്യതയുണ്ട്. ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പല സാധ്യതയുണ്ട്. വെറുതെ ഇങ്ങനെ വായിൽ നോക്കി അച്ഛൻ്റെ വായിൽ നോക്കിയിരിക്കാം, വെറുതെ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം. അടിപൊളി പ്രസംഗമായിരുന്നു. ഈ ബധിരായിട്ടുള്ള മനുഷ്യര് വെടിക്കെട്ട് കാണാൻ പോകണം. സൂപ്പർ പ്രസംഗം, സൂപ്പർ പ്രസംഗം. എന്താ ഞാൻ പറഞ്ഞത് വല്ല പിടിയും കിട്ടിയ? അല്ല ചാ, നല്ല പ്രസംഗമാണ്. അല്ല, വല്ല പിടിയും കിട്ടിയ? ഇല്ല, ഒന്നും പിടി കിട്ടിയില്ല. പക്ഷെ സൂപ്പർ പ്രസംഗം എന്ന് പറയുന്നവരെ വെറുതെ വായി നോക്കിയിരിക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് സാധ്യതകളുണ്ട്, പല സാധ്യതകളുണ്ട്. ഇപ്പൊ എന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പല സാധ്യതകളുണ്ട്. ഈ സാധ്യതകളിൽ ഏറ്റവും നല്ല സാധ്യതയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ വിവേകത്തിലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വിവേകത്തിലല്ല. ഈ പറയുന്ന ഞാൻ ഏറ്റവും നല്ല സാധ്യതയെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ഞാൻ വിവേകത്തിലല്ല. ക്ലിയർ ആവുണ്ടോ? ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ഈ വചനത്തിന്റെ ഉള്ളാന്തരങ്ങള് ഏറ്റവും കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ സമയമെടുത്ത് ഞാൻ വ്യഭിചരിക്കുകയാണ്. വാക്ക് ഇത്തിരി രൂക്ഷമായെങ്കിൽ ക്ഷമിക്കുക. വ്യഭിചരിക്കുകയാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സമയത്തെ ഞാൻ ചൂഷണം ചെയ്യാം. അത് ചെയ്യാൻ പാടില്ല. ഞാൻ ഈ സമയത്തെ, നിങ്ങളുടെ സമയത്തെ കടമെടുക്കുമ്പോൾ അതിന് ഏറ്റവും വിവേകത്തോടുകൂടി ഏറ്റവും നന്മ ഏതാണോ എന്ന് തിരിച്ചറിഞ്ഞ് അത് തരാൻ പറ്റിയാലാണ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആത്മാവുള്ള മനുഷ്യനാവും. ഇല്ലെങ്കിൽ ഞാൻ ദുഷ്ടാത്മാവാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ പറ്റില്ല. അവനാണ് പരിശുദ്ധാത്മാവിന്റെ ആത്മാവ്. അപ്പൊ അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് പലപ്പോഴും കൈമോശം വരുന്നുണ്ട്. ക്ഷമിക്കുക, മാപ്പാക്കുക. ഞാൻ പരമാവധി തന്നെ ശ്രമിക്കുന്നുണ്ട്. തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തരാനായിട്ട് കൃപ തരണമേ എന്ന്. അപ്പൊ വിവേകം എന്ന് പറയുന്ന സാധനം നമുക്ക് ഓരോ നിമിഷവും പ്രധാനപ്പെട്ടത്. ഓരോ നിമിഷവും പ്രധാനപ്പെട്ട. ഈ നിമിഷത്തിൽ എന്താ വേണ്ടത്? എൻ്റെ മക്കള് വിശന്ന് കരയുമ്പോൾ എൻ്റെ വിവേകം എന്തായിരിക്കും? എൻ്റെ ഭർത്താവ് കയറി വരുമ്പോൾ എൻ്റെ വിവേകം എന്തായിരിക്കും? എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ എൻ്റെ വിവേകം എന്തായിരിക്കും? ഇത് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് ഈ സമയത്തെ ഏറ്റവും നന്മയാണ്. ആ നന്മയെ
ഏറ്റവും വലിയ നന്മ. ഒരുപാട് നന്മകളുണ്ടാവും, ഒരുപാട് തിന്മകളുണ്ടാവും. ഒരുപാട് തിന്മകളുടെയും ഒരുപാട് നന്മകളുടെയും സാധ്യതകളിലാണ് നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല നന്മയെ തിരഞ്ഞെടുക്കാൻ പറ്റും. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള അമ്ല പരിശോധന സാധ്യതയുള്ളത്. ക്ലിയർ ആവുണ്ടോ ഇല്ലയോ? അമ്ല പരിശോധന എന്ന് വെച്ചാൽ രാസ പരിശോധനയാണ്, ഏറ്റവും വലിയ പരിശോധന അതാണ്. അപ്പൊ ആ പരിശോധനയില് ആണ് ഈ രാസപ്രതി പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനം മാത്രമല്ല പ്രവർത്തനങ്ങളും അറിയാൻ പറ്റണം. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു. ഏറ്റവും നന്മ ഏതാ? ആ നന്മയിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ നമ്മൾ വിവേകത്തിലാണ്, ഇല്ലെങ്കിൽ വിവേകത്തിലല്ല. വിവേകം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാണ്, ദാനമാണ്. അത് ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇല്ലാത്തൊരു സാധനമാണ് വിവേകം. മറ്റൊരാള് ശുശ്രൂഷ നടത്തണം, അയാളേക്കാൾ ബെറ്റർ ആയുള്ള ശുശ്രൂഷ എനിക്ക് നടത്താം. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഞാൻ നമ്മുടെ ശുശ്രൂഷയിൽ അത്രയും ദോഷം കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പില് ഷീല ചേച്ചിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാൻ കണ്ടേക്കണം വലിയ അപജയം ഇതാണ്, ഈ വിവേകം നഷ്ടപ്പെടുക. മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി അയാൾ പ്രാർത്ഥിക്കുകയാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ കൃപകൾ കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് പറഞ്ഞ അഹങ്കാരം കൊണ്ട് കയറി ചെന്നാൽ അത് വിവേകം നഷ്ടപ്പെടും. വിവേകം ഉണ്ടാവണം. ഈ സമയത്ത് ഏതാണ് പ്രധാനം? ഈ സമയത്ത് ഏതാണ് നന്മ? അത് തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒരുപക്ഷെ ഈ വിവേകത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കുന്നവനെ ബുദ്ധിക്കല്ല, കഴിവിനല്ല, വിവേകത്തിന്. അതുകൊണ്ടാണല്ലോ ക്രിസ്തു പറഞ്ഞ ബുദ്ധിമാന്മാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ച് ഈ കാര്യങ്ങള് ഇവർക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ബുദ്ധിയല്ല പ്രധാനം, വിവേകമാണോ പ്രധാനം. ഇതിനെ തിരിച്ചറിഞ്ഞ് ഒരു സെലക്ഷൻ സാധ്യത, ഒരുപാട് സെലക്ഷനില് ഈ സെലക്ഷനില് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ ആദ്യ മാതാപിതാക്കന്മാരുടെ പ്രശ്നത്തെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്. അവർക്ക് ഒരുപാട് സാധ്യത ഉണ്ടായി. ഈ സാധ്യതകളിൽ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ അപജയം. നമ്മുടെ അപജയം അത് തന്നെ, ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഭൃത്യനാവുക. എന്താ ഭൃത്യൻ? സ്വന്തമായിട്ട് ചിന്തിക്കാനോ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനോ സ്വന്തമായിട്ട് നിലപാടെടുക്കാനോ കഴിവില്ലാത്തവനാണ് ഭൃത്യൻ. കഴിവില്ല എന്നല്ല, അവൻ ചെയ്യാൻ പാടില്ല. സ്വന്തമായിട്ട് ചിന്തിക്കാൻ പാടില്ല, സ്വന്തമായിട്ട് സംസാരിക്കാൻ പാടില്ല, സ്വന്തമായിട്ട് നിലപാടെടുക്കാൻ പാടില്ല. എന്താ ചെയ്യണ്ടേ? ഉടമസ്ഥൻ പറയുന്ന മാത്രം ചെയ്യും. ചെറിയഞ്ഞേട്ടൻ നമ്മുടെ മീറ്റിങ്ങിൽ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഗ്രൂപ്പിനെ തമ്പുരാൻ മാതാവ് എന്നൊക്കെ പറഞ്ഞ് അവര് ഉണ്ടാക്കിയതാണ് ഗ്രൂപ്പ്. ശരിയാണ്, ഒരു സംശയമില്ല, എനിക്ക് ഇപ്പോഴും സംശയമില്ല. അവരുടെ ഹിതത്തിനനുസരിച്ച് നമ്മൾ പോകണം. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ ഭൃത്യനാ. ശരേഞ്ഞാട്ടൻ ഉടമസ്ഥനല്ല, ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിരിക്കും. ഒരുപക്ഷെ ഈ എന്നാ പറയണ നമ്മുടെ ഈ ഓൺലൈനിന്റെ മൊത്തം കൺട്രോളറായി, പക്ഷെ ഭൃത്യനാണ്, തൊഴിലാളിയാണ്. ഞാൻ തൊഴിലാളി. ആരുടെ? എനിക്ക് മനോഹരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്.
പഴയ കാലങ്ങളിൽ അച്ഛന്മാർക്ക് എന്ന് വെച്ചാൽ സന്യാസ വൈദികർക്കല്ല, ഞങ്ങളെ പോലെ ഇടവ വൈദികർക്ക് ഈ ആധാരം, അതായത് വീട്ടില് തുല്യാവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ അവകാശം തരുമ്പോ വിൽപത്രം അല്ലെങ്കിൽ ആധാരം വഴി തന്നെ. അപ്പോ പഴയ കാലങ്ങളിൽ അച്ഛന്മാരാണെങ്കിൽ പഴയ ആധാര എഴുത്തുകാര് എഴുതുന്ന ഒരു കാര്യം, തൊഴിലെഴുതണമല്ലോ. ഈ തൊഴിലെഴുതുമ്പോൾ അവരെഴുതുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ദൈവവിചാരം. ഇതാണ് എഴുതിക്കൊണ്ടിരുന്നത്. ദൈവവിചാരം തൊഴിലായിട്ടുള്ളവരാണ് ഞങ്ങൾ, ആയിരുന്നു. പക്ഷെ ഇപ്പോ ആധാര എഴുത്തുകാര് എഴുതും പൗരോഹിത്യ വൃത്തി, പൗരോഹിത്യമാണ് പണി, ജോലി അതാ. അത് എന്തുകൊണ്ടങ്ങനെ മാറി എന്ന് ചോദിച്ചാല് പല കാര്യങ്ങളുണ്ടാവാം. പക്ഷെ എൻ്റെ ഒരു കുറ്റബോധം കൊണ്ട് പറയുകയാണ്, ദൈവവിചാരം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറയാണ്. ഞാൻ പുരോഹിതനായതുകൊണ്ട് എനിക്ക് പറയാമല്ലോ. നിങ്ങൾ പറയുമ്പോൾ അതാണല്ലോ അച്ഛന്മാർക്കെതിരായുള്ള ആരോപണമാവും. ഞാൻ പറയുമ്പോൾ ആരോപണമാവില്ല, അത് എൻ്റെ അസ്വസ്ഥ. ദൈവവിചാരം പണിയായിട്ടുള്ള മുതലുകൾ ഇതിനെ മാറ്റി പൗരോഹിത്യ വൃത്തി, പൗരോഹിത്യം ഒരു 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 ജോലിയായിട്ട് മാറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ഗവൺമെന്റ് റെക്കോർഡുകളിലുള്ള പ്രശ്നം. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞ ഭൃത്യനാണ്. ആ ഭൃത്യനിലേക്ക് എത്രത്തോളം നമുക്ക് എത്താൻ പറ്റി? ഞാൻ എൻ്റെ തമ്പുരാന്റെ കൂലിക്കാരനാണ്. കൂലി എവിടെ കിട്ടും? കൂലി അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നേ. നിങ്ങൾ പണിയെടുക്കുക. ഈ പകൽ അവസാനിച്ചിട്ടില്ല. സന്ധ്യാസമയത്തല്ലേ കൂലി തരണ്ടേ? സന്ധ്യ ആയിട്ടില്ലല്ലോ. സന്ധ്യ എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്. ഇരുട്ടും നിദ്രയും എന്ന് പറയുന്നത് മരണമാണ്. വാർദ്ധക്യത്തിലാണ് കൂലി കിട്ടേണ്ടത്. വാർദ്ധക്യത്തിലാണ് കൂലി കിട്ടേണ്ടത്. ആ കൂലി കിട്ടിയവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് യോസേപ്പ് പിതാവ്. അതുകൊണ്ടാണ് നൽമരണത്തിന്റെ മധ്യസ്ഥനായിട്ട് കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ചാല് ഭൃത്യൻ എന്നുള്ള നിലയിൽ സ്വന്തം അഡ്രസ്സോ പേരോ ഇല്ലാതെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചവനാണ് വിശുദ്ധ യോസേപ്പ്. അപ്പൊ അതുകൊണ്ട് ഭൃത്യനായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടത്. എത്രത്തോളം എൻ്റെ തമ്പുരാന്റെ കൂലിക്കാരനായി. കൂലി എന്ന് പറയുമ്പോൾ ഒരു ചളിപ്പും ഒരു അസ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഭൃത്യൻ എന്നതിനേക്കാൾ ബൈബിള് പറയുന്നത് ഇത്തിരി പേച്ചുമിനിക്കിയ വാക്കാ. ആ വാക്കിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് കൂലിക്കാരൻ. എൻ്റെ തമ്പുരാന്റെ കൂലിക്കാരനാണ്. കൂലി എപ്പോഴാണ് കിട്ടുന്നത്? കൂലി ദൈവാനുഗ്രഹമായിട്ടോ അല്ലെങ്കിൽ നല്ല ജോലിയായിട്ടോ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കണമെന്ന ഒരു അവസ്ഥയായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം, ഇതൊന്നും അല്ല കൂലി. കൂലി എന്ന് പറയുന്ന മോളിന്ന വരമ്പത്ത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാക്കി പറഞ്ഞാൽ വരമ്പത്ത് കൂലി മേടിച്ചാൽ മതി. മനസ്സിലാണ്ടോ? വരമ്പത്ത് കൂലി മേടിച്ചാൽ എന്ന് വെച്ചാല് അധ്വാനമൊക്കെ കഴിഞ്ഞ് അവസാനം കൂലി മേടിച്ചാൽ മതി. ഇപ്പൊ കൂലി മേടിക്കാൻ പലരും നടത്തുന്നുണ്ട്. ഉച്ചയ്ക്കും 2 മണിക്കൂർ പണിയെടുത്തിട്ട് കൂലിതാ എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചെറിയ ചണ്ട വല്ല ഒബ്ജക്ഷൻ ഈ പറഞ്ഞു കേട്ടോ.
ഇടയ്ക്കിടയ്ക്ക് കൂലി കിട്ടണം എന്ന് തമ്പുരാനോട് ആവശ്യപ്പെടുന്ന പലരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇടയ്ക്കൊക്കെ പലരും എന്നെ പേഴ്സണലായിട്ട്, പലരും നമ്പറൊന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല, പക്ഷെ പലരും എന്നെ വിളിക്കാറുണ്ട്. അച്ഛ അത്രയൊക്കെ പ്രാർത്ഥിച്ചു, ഇത്രയൊക്കെ ചെയ്തു, എന്നിട്ടും തമ്പുരാൻ ചെയ്തു തന്നില്ല. പാടത്ത് നിന്നിട്ട് കൂലി മേടിക്കരുത്, വരമ്പത്ത് ചെന്നിട്ട് വേണം കൂലി മേടിക്കാൻ. അപ്പം നമ്മൾ ഭൃത്യനാണെന്നുള്ള ബോധ്യം വേണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വിശ്വസ്തത ഉണ്ടാവണം, വിവേകം ഉണ്ടാവണം, ഭൃത്യനാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. സമയം 5 മിനിറ്റ് വൈകില്ലേ, പെട്ടെന്ന് തീർക്കാം. ഭാഗ്യവാൻ എന്നൊരു പദപ്രയോഗം നടക്കുന്നുണ്ട്. അത് നമ്മുടെ 46-ാമത്തെ വാക്യത്തിൽ. ആ ഒരു വാക്കിനെ മാത്രം 46-ാമത്തെ വാക്യം പറയാണ്, യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവാനെ കുറിച്ച് ബൈബിള് പറയുന്ന ചില സൂചനകൾ. ഭാഗ്യവാൻ എന്ന പദപ്രയോഗവും സന്തോഷവാൻ എന്ന പദപ്രയോഗവും ഉണ്ട് ബൈബിളിൽ. ഇവിടെ സന്തോഷവാൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഗ്രീക്ക് മൂലത്തില് സന്തോഷവാൻ എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്, പിന്നെ 7 സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നു. അവിടെയൊക്കെ ഭാഗ്യവാന്മാരെന്നാണ് POC ബൈബിള് തർജ്ജിമ ചെയ്തത്. പക്ഷേ ഈ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ആ പദപ്രയോഗത്തില് അല്പം വ്യത്യാസം വരുത്തിയാണ് എൻ്റെ ധ്യാനം പോകുന്നത്. അവിടെ മാത്രം ബാക്കിയുള്ള 7 സൗഭാഗ്യങ്ങളെ കുറിച്ച് തമ്പുരാൻ പറയുമ്പോൾ ഭാഗ്യവാൻ എന്ന് തന്നെ പറയും. പക്ഷെ ഈ ആത്മാവിൽ ദരിദ്രർ സന്തോഷവാന്മാർ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് ഗ്രീക്ക് മൂലത്തില് എനിക്ക് പറയാനുള്ളത്. ഈ സന്തോഷത്തെ ബന്ധപ്പെടുത്തി ബൈബിളില് ഒരു 8 സന്തോഷങ്ങളെ കുറിച്ച്, ആത്മാവിന്റെ സന്തോഷത്തെ കുറിച്ച് നമ്മുടെ ഷീല പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യത്തെ എന്നെ ഇങ്ങനെ ചൊറിയാറുണ്ട്. അതായത് ആത്മാവിന്റെയാണ് ആനന്ദം, മനസ്സിന്റെയാണ് സന്തോഷം. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വേണമെങ്കിൽ ആവശ്യമുള്ളവര് കുറിച്ചെടുത്തോളൂ. ആത്മാവിന്റെ സന്തോഷം, നോർമലി ആത്മാവിന് ആനന്ദമാണുള്ളത്, പക്ഷെ ആത്മാവിന്റെ സന്തോഷമുണ്ട്. ഈ ആത്മാവിന്റെ സന്തോഷത്തെ കുറിച്ചാണ് ഈ വചനഭാഗത്തില് കൃത്യമായിട്ട് പറയും. എന്ന് വെച്ചാല് ആത്മാവിന്റെ വൈകാരികത കിട്ടിയോ ഇല്ലയോ, നമ്മുടെ ജീവിതത്തിന്റെ വൈകാരികതയല്ല, മനസ്സിന്റെ വൈകാരികതയല്ല, ആത്മാവിന്റെ വൈകാരികത. അതിനെയാണ് ഇവിടെ സന്തോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ബോധലോകമായ ചില ഫുട്നോട്ടുകൾ ആവശ്യമുള്ളവർ കുറിച്ചെടുക്കുക. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ. ഈ ദരിദ്രർ എന്ന് പറഞ്ഞാല് ആത്മാവ് നുറുങ്ങിയവർ എന്നാണ് അർത്ഥം. എന്നാണ് നുറുങ്ങല്? വേദനിക്കലല്ല. എൻ്റെ ആത്മാവ് മറ്റുള്ള പല ആത്മാക്കളും രക്ഷപ്പെടാത്തതിലുള്ള അസ്വസ്ഥതയാണ് നുറുങ്ങല് എന്ന് പറയും. സങ്കീർത്തനം 59:17, യെശയ്യാ 57:15. സങ്കീർത്തനം 59:17, യെശയ്യാ 57:15. ആത്മാവ് നുറുങ്ങുന്ന അവസ്ഥ വരുമ്പോഴേ ഈ ആത്മീയ സന്തോഷം ഉണ്ടാകും. ഈ ലോകത്തില് ആത്മീയ ആനന്ദമാണുള്ളത്, പരലോകത്തില് ആത്മാവിന് സന്തോഷമുണ്ട്. അതിനുള്ള സാധ്യതയാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, പശ്ചാത്തപിക്കുന്ന ആത്മാവിന് സന്തോഷമുണ്ട്.
ഏശയ്യ 6:12, യാക്കോസ്ലീഹയുടെ ലേഖനം 4:8, കൊറിന്തോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായം 1 തുടങ്ങി 11 വരെ ഉള്ള വാക്യങ്ങൾ. പശ്ചാത്തപിക്കുന്ന ആത്മാവിന് മോളിൽ ചെല്ലുമ്പോൾ സന്തോഷം. മൂന്നാമത്തെ കാര്യം എഴുതിയ മൂന്നാമത്തെ കാര്യം, വിനയമുള്ള ആത്മാവിന് സന്തോഷമുണ്ട്. സങ്കീർത്തനം 37:11, പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 1 പത്രോസ് 3:4. വിനയമുള്ള ആത്മാവിന് സന്തോഷമുണ്ട്. നാലാമത്തെ കാര്യം, നീതിക്കായി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നീതിക്കായി ദാഹിക്കുന്ന ആത്മാക്കൾക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ യൂണിറ്റിലും ഒക്കെ ചിന്തിക്കണം, നീതി എവിടെ നടപ്പിലാവും. വളരെ പ്രത്യേകമായിട്ട് ഇപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപത നീതി യജ്ഞം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നീതിയെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കട്ടെ. നീതിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആത്മീയ സന്തോഷമുണ്ട്. സങ്കീർത്തനം 34:10, സങ്കീർത്തനം തന്നെ 42-ന്റെ 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങള്, സങ്കീർത്തനം തന്നെ 84-ന്റെ 2-ാമത്തെ വാക്യം, യോഹന്നാൻ 7:37-39. ഇവിടെയൊക്കെ നീതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആത്മാവ്, ആ ആത്മാവിന് ഈ പ്രതിസമ്മാനം കിട്ടുമ്പോൾ സന്തോഷം. മറ്റുള്ള ആത്മാക്കൾക്കൊക്കെ രക്ഷപ്പെടുമായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? മറ്റുള്ള ആത്മാക്കളൊക്കെ രക്ഷപ്പെടുകയായിരിക്കും, തമ്പുരാൻ രക്ഷപ്പെടുത്തായിരിക്കും. പക്ഷെ സന്തോഷം അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഈ സന്തോഷത്തിനുള്ള വഴിയാണ്. 5-ാമത്തെ കാര്യം, കരുണയുള്ള ആത്മാവ്. മനസ്സിലല്ല, ആത്മാവിൽ കരുണയുള്ളത്. മനസ്സും ആത്മാവും 2 തലത്തിൽ കണക്കാക്കണം. കരുണയുള്ള ആത്മാവ് ഉള്ളവർക്ക് സന്തോഷമുണ്ട്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 18 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങൾ, 18 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങൾ. ചെറിയ ചേട്ടൻ ക്ലോക്കിൽ നോക്കി തുടങ്ങി. 6-ാമത്തെ കാര്യം, ശുദ്ധമായ ആത്മാവ് ഉണ്ടാവുക. ആത്മാവ് ശുദ്ധമാക്കുക എന്നുള്ളത്. ചെറിയ ചേട്ടപ്പം നിർത്തിയേക്കാം. 5-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, തിമോത്തിയോസിന്റെ തന്നെ 1-ാമത്തെ ലേഖനം
മൂന്നാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അത് തന്നെ 1 തിമോത്തിയോസ് തന്നെ 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ഏഴാമതായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും, പ്രത്യേകിച്ച് ശരേജാണ് പ്രിയപ്പെട്ടതായിരിക്കും, മധ്യസ്ഥതയുടെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ്. ദൈവ തിരുസന്നിധിയില് മധ്യസ്ഥത വഹിക്കുന്ന ആത്മാവ്. ദൈവ തിരുസന്നിധിയില് ഇതാണ് മോനെ ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പരിജ്ഞാനമുള്ള ആത്മാവ്. അതാണ് പരിജ്ഞാനത്തിന്റെയും മധ്യസ്ഥതയുടെയും ആത്മാവ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഷീലയും ഇതിലേക്ക് നോക്കി തുടങ്ങി. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ മൊത്തം ഇതാണ് പറയുന്നത്. 8-ാമതായിട്ട് സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും ആത്മാവ്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമൊക്കെ നോക്കുന്നത്. സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും ആത്മാവ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 10 തുടങ്ങി 12 വരെ. മത്തായിയുടെ സുവിശേഷം തന്നെ 10 തുടങ്ങി 16, 10-ാമത്തെ അധ്യായത്തില് 16 തുടങ്ങി 28 വരെ. കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായം മുഴുവൻ. പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 4 തുടങ്ങി 17 വരെ. പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 14 തുടങ്ങി 17 വരെ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 3 തുടങ്ങി 19 വരെ. സമയം വൈകിയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താമസിച്ചേ വരൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഉത്തരാധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പിശാച്. കെട്ടിയോ താമസിച്ചേ വരുള്ളൂ, മക്കള് താമസിച്ചേ വരുള്ളൂ. കുറച്ച് സമയം കൂടി നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാം. കുറച്ച് സമയം കൂടി നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാം. അതാണ് ഏറ്റവും വലിയ തിന്മ. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തിന്മ അതാണെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ തിന്മ അതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഇടവകയിലോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ വരുമ്പോൾ ഇനി സമയമുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞോട്ടെ, ഒരു ദിവസം ഉണ്ടല്ലോ അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്തു തീർത്തോളാം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും, എനിക്കുള്ള കപ്പാസിറ്റി കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞു. ഈ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്നല്ലോ. വളരെ ഗൗരവമാണ്. തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഓരോ നിമിഷവും സജീവ പ്രവർത്തകരായിരിക്കണം എന്നതാണ്. സമയം വൈകിയതുകൊണ്ട് ചെറിയ പല സമയം നോക്കിയത് കൊണ്ടും നമുക്ക് നിർത്താം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം കർത്താവെ, തിരുസന്നിധിയിലെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭൃത്യന്മാരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് വിവേകം പുലർത്താൻ, നിന്നോട് മാത്രമല്ല ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വിവേകം പുലർത്താൻ
ഏറ്റവും നന്മയായത് ഓരോ നിമിഷവും തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് വിശ്വസ്ത പുലർത്താൻ, അല്ലെങ്കിൽ നിന്നോട് മാത്രം വിശ്വസ്ത പുലർത്താൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങള് ഈ ഭൂമിയിൽ ജീവിച്ച് നിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആത്മാവിന്റെ സന്തോഷത്തിലേക്ക്, മനസ്സിന്റെ അല്ല, ശരീരത്തിന്റെ അല്ല, വികാരങ്ങളുടെ അതല്ല, ഈ സമയത്തിന്റെ സന്തോഷമല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആത്മാവ് നിത്യജീവൻ പ്രാപിക്കുമ്പോൾ ആ നിത്യജീവൻ പ്രാപിക്കുന്ന ആത്മാവിന്റെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാൻ നീ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.